Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാഞ്ഞൂർ പഞ്ചായത്തിൽ തിരുവല്ലാഞ്ചുഴി CK കുമാരൻ സ്മാരക ഹാളിൽ വെച്ച് സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പുകളുടെയും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പ്രസിഡന്റ് വിജി ബിജു അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി വികസന വകുപ്പിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എല്ലാം ആഭിമുഖ്യത്തിൽ നമ്മുടെ പഞ്ചായത്തുകളിൽ നടത്തി വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഹോമിയോ ഡോക്ടറെ കുറിച്ച് നമുക്കറിയാം. നല്ല രീതിയിൽ OP ടിക്കറ്റുള്ള നല്ല ഒത്തിരി പേഷ്യൻസ് എല്ലാ ദിവസവും ഡോക്ടറെ കാണുവാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നുണ്ട്. നല്ല രീതിയിലൊരു ട്രീറ്റ്മെന്റ് നടത്തുന്ന ഡോക്ടറാണ്. ഡോക്ടറോടൊപ്പം ഇന്നത്തെ ഈ ക്യാമ്പിന് ഇവിടെ സഹായിക്കാൻ മറ്റ് ഹോമിയോ ഡോക്ടേഴ്സും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് വന്നു ചേർന്ന എല്ലാ ഡോക്ടേഴ്സിനെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ വീട്ടുപടിക്കൽ നിങ്ങളോടൊത്ത് വന്നിരുന്ന് നിങ്ങളുടെ രോഗങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടതായ മരുന്നും നിങ്ങൾക്ക് അതുപോലെ തന്നെ പരിചരണവും അതുപോലെ തന്നെ നിങ്ങളെ പരിശോധിക്കുന്ന ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് അവരിവിടെ എത്തി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നിരിക്കുന്ന ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ ആളുണ്ടായില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്താണെന്ന്. കാരണം ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ചിലപ്പോൾ കുറേ ദൂരമൊക്കെ ഉണ്ടാവും, പോവാനും വയസ്സായ കാരണവന്മാർക്കൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും വേണ്ട, നിങ്ങളുടെ മുറ്റത്ത് തന്നെ വീട്ടുമുറ്റത്ത് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ പോലെ വീട്ടുമുറ്റത്ത് ആശുപത്രി വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഒരുപാട് ഉപകാരപ്രദമായ കാര്യമാണ്. മരുന്നുകളൊക്കെ ഒരുപാടുണ്ട് നിങ്ങൾക്ക് തരാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാഞ്ഞൂർ പള്ളി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കാഞ്ഞൂർ പഞ്ചായത്തിന്റെ ഹൃദയഭാഗമാണ്. അപ്പം നമ്മളവിടെ ഒരു ഭയങ്കര ഒരാൾക്കൂട്ടമോ ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ വളരെ ശുഷ്കമായൊരു പങ്കാളിത്തമേ ഉണ്ടായുള്ളൂ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇന്ന് സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. സ്ഥാപനങ്ങളിൽ പഴയതുപോലെ ഇല്ലായ്മകളൊന്നുമില്ല. വളരെ ഭംഗിയായി മരുന്നുകളുമൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ പങ്കാളിത്തം കുറവാണ്. പക്ഷെ ആ ക്യാമ്പിൽ വന്നത് എനിക്ക് തോന്നുന്നു ആകെ ഒരു 55 പേരാണ് ആ ക്യാമ്പിൽ വന്നത്. അത്രയും കാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ ഹൃദയമാണ് കാഞ്ഞൂർ പള്ളി. എന്നിട്ടും അതിൽ ഒരു 20ഓളം 30ഓളം പേർ സ്ഥിരമായി നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്നവരാണ്. കാരണം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിലും പലരും എൻ്റെ സ്ഥാപനത്തിൽ സ്ഥിരമായി കാണുന്നവരാണ്. അപ്പോൾ ഡോക്ടർ അടുത്ത് വന്നു എന്നാൽ വന്നേക്കാം വിചാരിക്കുന്നവരാണ്. കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിമി ടിജോ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ രഘു, ബ്ലോക്ക് മെമ്പർ KV അഭിജിത്ത്, മെമ്പർമാരായ ഗ്രേസി ദയാനന്ദൻ, MV സത്യൻ, TN ഷൺമുഖൻ, SC ഡെവലപ്മെന്റ് ഓഫീസർ വാസുദേവൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജീറ എന്നിവർ സംസാരിച്ചു. ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രസക്തമായ വാക്യം പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ്. രോഗം വരുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നൊരു വസ്തുത. നമ്മുടെ രോഗം ഉള്ള ആളുകൾക്ക് മാത്രമല്ല, രോഗം വരാതിരിക്കാൻ വേണ്ടി കൂടിയും ഈ അവസരത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയും. ഹോമിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ആരോഗ്യശാഖകൾക്കിടയിലും ഹോമിയോ വ്യത്യസ്തമായി നിൽക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള പ്രയോജനത്തിൻ്റെ കൂടി ഫലമായിട്ടാണ്. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഹോമിയോയെ നമുക്ക് വല്ലാത്ത രീതിയിൽ ആശ്രയിക്കാൻ വേണ്ടി കഴിയും. ക്യാമ്പ് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ് അല്ലേ? പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാണ് ഈ ക്യാമ്പിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ? നിങ്ങളെല്ലാവരും ഡോക്ടറെ കാണാനായിട്ട് അങ്ങോട്ട് പോയി ക്യൂ നിന്നൊക്കെയാണ് ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പും അതോടുകൂടി ആയുഷ് വകുപ്പ് നടത്താമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതുപോലെ ശുചിത്വ മിഷൻ, അങ്ങനെ വിവിധ വകുപ്പുകളായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബറിലൊക്കെ മിക്കവാറും ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിൽ മാറ്റി വെച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഈ ഹാള് നിറച്ച് അല്ലെങ്കിൽ ഹാളിന് വെളിയിൽ ഒരാളുണ്ടാകുമായിരുന്നു. എന്തായാലും ഇത്രയും പേര് പോരാ എന്നുള്ളതിനാണ്. പക്ഷേ രോഗമില്ലാത്തവരും ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും രോഗം പരിശോധിക്കാനും നമ്മുടെ ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞ പോലെ നിങ്ങളെ അടുത്തേക്കാണ് ഡോക്ടറെ എത്തിക്കുകയും മെഡിക്കൽ ക്യാമ്പ് നടത്താനുള്ള ഈ നമ്മുടെ സർക്കാരിൻ്റെ ഈ സന്നദ്ധയ്ക്ക് നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് നമ്മുടെ ഈ പദ്ധതി വിജയകരമാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം.